ഉഴുന്ന് കൃഷിയാണ് ഇട്ടിട്ടുണ്ട്. ഇത് ഉഴുന്ന് കായ്ക്കണ തയ്യാണ്ട. ഇത് മൊത്തം ഉഴുന്ന് കൃഷിയാണ്. ഈ കാണുന്നത് മൊത്തം ഈ കാണുന്നതാണ് ഉഴുന്നുണ്ടായി കിടക്കുന്നത്. ഇതിന് ഇത്ര ഹൈറ്റ് വെക്കാറുണ്ട് കേട്ടോ. അധികം ഹൈറ്റ് ഒന്നും വെക്കാറൊന്നുമില്ല. ഇത് നോക്കിയേ, നമ്മുടെ നാട്ടിൽ നമ്മൾ മേടിച്ച് ഉപയോഗിച്ചേണ്ട പരിചയമുള്ളൂ. ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് വേണ്ട, ഇതാണ് ഉഴുന്ന്. നോക്കിയേ, ഇത് 6 ഏക്കറിൽ ഇത് മൊത്തം ഉഴുന്ന് കൃഷിയാണ്ട. 6 ഏക്കർ ഫുള്ള് ഉഴുന്ന് കൃഷിയാണ്. അങ്ങോട്ടൊക്കെ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കൃഷി സ്ഥലമൊക്കെ ഉണ്ട്. ഇത് മൊത്തം ഈ വീട്ടുകാരാണ്, നമ്മളെ കാർത്തികിൻ്റെ ഫാമിലിയാണ് ഈ സ്ഥലം മൊത്തം. ഇതിനിടയിൽ കുറേ നാരങ്ങ നട്ടിട്ടുണ്ട്, പൂക്കളുണ്ടാവുന്ന ചെടികൾ നട്ടിട്ടുണ്ട്, മാതള നാരങ്ങ നട്ടിട്ടുണ്ട്. ഈ ട്രാക്ടറിന് ഇങ്ങനത്തെ വീല് കയറ്റിക്കണേ, അത് ഇത് മരുന്നടിക്കാൻ വേണ്ടിട്ടാണ് കെട്ടിക്കണത് മെയിനായിട്ട്. ഈ മരുന്നല്ലേ പിന്നെ നിറച്ചേക്കണേ? ഇത് മരുന്ന് മറ്റേ ചെടികൾക്ക് ഔഷധങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഇതിനകത്ത് നിറച്ചേക്കണത്. പിന്നെ ഇത് ഒറിജിനൽ ട്രാക്ടർ ആയിരുന്നു. ഇത് മാറ്റിയതെന്ന് പറയണേ, ഇതിന്റെ ടയറ് കമ്പനി ടയർ ഇട്ടെന്ന് പറഞ്ഞേ. കമ്പനി ടയർ മാറ്റിട്ട് ഈ വീല് കയറ്റിയല്ലേ? ഈ വീല് കയറ്റിയത് ശരിക്കും. അപ്പൊ ഇതേപോലത്തെ വീലാണ് ഇതിന് ഉണ്ടായിരുന്നല്ലേ? അതിന് 7 ലക്ഷം, ഇതിന് 12 ലക്ഷം എന്നാണ് പറഞ്ഞത്. പുറത്തെടുക്കണേനോ? പുറത്തെടുക്കണേന് 12 രൂപ. ഇത് 7 കൊല്ലായിട്ട് ഇവര് യൂസ് ചെയ്തോണ്ടിരിക്കണം. ഇത് യൂസ് ചെയ്തോണ്ടിരിക്കണം 7 കൊല്ലായിട്ട്. 7 കൊല്ലായി സാധനം വന്നിട്ട്. പിന്നെ പവർ ആലോചിക്കുക എത്രയാണ്? PHP പവറാണ് അപ്പുറത്തേന്. അതിന് ഇതിന് ഓരോ പവർ അനുസരിച്ചാണ്. ഇത് ഓടിക്കാൻ സുഖമാണ്. ഇത് ഓടിച്ചു കഴിഞ്ഞാല് ഇത് ഓടിച്ചു കഴിഞ്ഞാൽ കാറ് ബാലൻസ് ചെയ്യുന്ന സുഖമാണ്. ഇതിന്റെ കുഞ്ഞാണ്, അതിന്റെയും ഇതിന്റെയും കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ. വിശ്വസിക്കില്ലല്ലേ അത്? ഇത് ആ ചെക്കന്റെ ഉള്ള അനിയന്റെ ഇതാടുന്നു. ചെമ്പിയാടാ നൽകിയിട്ടില്ലാണ് ഇതൊക്കെ. ഹെയർ ക്വാളിറ്റി ഉണ്ട്, അടിപൊളിയാണ്, സൂപ്പറാണ്. എന്താ തൊട്ട് നോക്കി, നമ്മളെ നാട്ടിൽ കാണുന്ന ബ്രീഡ് ഇവിടെ ഇതൊന്നുമില്ല. ജമുനപ്പേരൊന്നുമില്ല ഇവിടെ. ഇത് വേറെ ടൈപ്പാണ്. ഇത് നമ്മുടെ ചെമ്മിരിയാടില്ലേ, ചെമ്മിരിയാട്. ഇതിനൊക്കെ ഇടിക്കാനൊക്കെ കൊണ്ടുപോകണവര് മത്സരത്തിനൊക്കെ. മത്സരത്തിനൊക്കെ കണ്ട കൈൻ്റെ അടിച്ചിട്ടുണ്ട്. പിടിച്ചു എന്റെ പൊന്ന്, ഇതുകൊണ്ടാണ് അത് കമ്പിളി ഇത് കമ്പിളി നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തോന്നുന്നു ചേട്ടാ പിടിച്ച് സീനായിരിക്കും. പക്ഷെ സീൻ ഇത് ഭയങ്കര സോഫ്റ്റ് തോടും വരെയുള്ളൂ. ചെമ്പിരാണ്ട് കൂടെ തെക്കുണ്ടാക്കാൻ പറ്റില്ല. ഒരുത്തൻ നോക്കുമ്പോ വാളയിട്ട് അടക്കണ്ടായി, മറ്റേ കാർത്തിക് വാളയിട്ട് അടക്കണ്ടായി. ഇതിന്റെ കൂടെ ഉണ്ട് ഉണ്ടാക്കിയ. ഇതൊക്കെ നമ്മളെ സാധാ ആടുകളല്ലേ? ഇതൊക്കെ സാധാ മറ്റേ സാധാ. ഇവർക്ക് ഈ വീടിന്റെ ചുറ്റുമുള്ള 6 ഏക്കറിലാണ്ട് ഇവിടെ 66 ഏക്കറുണ്ട് നമ്മുടെ സാറ് പറഞ്ഞു. അതേത് ഭാഗത്തിന്? ഇത് ആറ്റം വരെ കാണുന്നത് ഇവരെ ഭൂമിയാണ്. കാണുന്നത് ആറ്റം വരെ കാണുന്നത് ഇവരെ ഭൂമിയാണ്. ഓരോ പറമ്പാർക്ക് ഓരോ അതിർത്തിയാണ്. ഇവർക്ക് ഓരോ അതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് അവിടെ ഒരു ഇതുവരെ ഒരു അതിർത്തി വരെയാണ് ഇവരെ ഭൂമി. പിന്നെ അവിടെ ആയിട്ടുണ്ട്, പിന്നെ അപ്പുറത്തായിട്ട് കുറച്ച് ഭൂമിയുണ്ട്. ഇവരെ സ്ഥലങ്ങളാണ് അതൊക്കെ. മൊത്തം ഉഴുന്ന് തന്നെയല്ലേ? ഉഴുന്ന്, കടല, പയറ് എല്ലാരും കൃഷി ചെയ്ത്. അതിരാവിലെ മഞ്ഞിൽ പൊതിച്ചു നിൽക്കുന്ന ഈ തോട്ടം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കർണാടകയിൽ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോകളിൽ നമ്മൾ വരുന്നതായിരിക്കും.